എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിൻ്റെ അകത്ത് റീച്ച് കിട്ടുന്നില്ലേ എങ്കിൽ ലസിതനെയും പ്രിയനെയും കണ്ടുപിടിച്ചോളൂ കേട്ടോ. ഇത് ലസിത പാലക്കലും പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീക്കുള്ള വീഡിയോ ആണ്. യൂട്യൂബിൻ്റെ അകത്ത് റീച്ച് കിട്ടുന്നില്ല, 10 രൂപ വരുമാനം കിട്ടുന്നില്ല. അപ്പം ഡെയിലി എന്നെക്കുറിച്ചും അരുണിനെക്കുറിച്ചും ഓരോ പരദൂഷണം പറയുമ്പം നമ്മളതിന് റിപ്ലൈ കൊടുക്കും. അപ്പം അതിന് അവർ തിരിച്ചൊരു വീഡിയോ ഇടും, അതിന് തിരിച്ച് നമ്മളൊരു വീഡിയോ ഇടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലസിതമ്മായിയുടെ പ്രത്യേകത അറിയാമല്ലോ. ലസിതമ്മായി എന്ത് തന്നെ ഉണ്ടെങ്കിലും അങ്ങ് പ്രധാനമന്ത്രീൻ്റെ അടുത്ത് ഒരു പരാതി കൊടുത്താൽ പോലും പ്രധാനമന്ത്രിനെ വരെ വിളിച്ച് ചോദിക്കുന്ന ആളാണ്. ഞാൻ പൂനൂർ നിൽക്കുന്ന സമയത്ത് പൂനൂരുള്ള ആൾക്കാരെ അവൾ വിളിച്ചു നോക്കാറുണ്ട്. അതേസമയം ഞാൻ കൊയിലാണ്ടിയാണെങ്കിലോ കൊയിലാണ്ടിയുള്ള ആൾക്കാരെ വിളിച്ചു നോക്കാറുണ്ട്. ഞാനും എൻ്റെ ഉമ്മയും താമരശ്ശേരി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അവിടെ പരാതി കൊടുത്ത് FIR ഇട്ടപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ കുത്തിയിരിപ്പ് സമരത്തിന് വരികയാണ്, ആ കേസ് പിൻവലിച്ചോളി എന്ന് പറഞ്ഞിട്ട്. കൊയിലാണ്ടി ഞാനൊരു കേസ് കൊടുത്തു. അപ്പോഴേക്കും കൊയിലാണ്ടി SIക്ക് കോള് വന്നു, ദേ ആ കേസ് പിൻവലിച്ചോളൂ, ഞാൻ കുത്തിയിരിപ്പ് സമരമായിട്ട് അങ്ങോട്ട് വരികയാണെന്ന്. അത് കഴിഞ്ഞ് ഗുരുവായൂർ, അപ്പം ഗുരുവായൂരേക്കും വിളിച്ചു, ദേ ആ കേസ് പിൻവലിച്ചോളി, ഞാൻ കുത്തിയിരിപ്പ് സമരമായിട്ട് വരുന്നുണ്ട്. കാരണം ചേച്ചിയുടെ ആസനം എന്തോ റബ്ബർ ബാൻഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എല്ലായിടത്ത് വന്നിട്ടും കുത്തിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഈ ഷിറ്റിടാൻ എങ്ങനെയാണ് ചേച്ചി നിങ്ങൾക്ക് നേരം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കുക ലാസ്റ്റ് ഞാൻ ഒരു കോടതിയിൽ ഒരു പരാതിയായിട്ട് ഫയൽ ചെയ്ത് മൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പുറപ്പെട്ട്. ദേ വിളിച്ചിക്ക കൊയിലാണ്ടി ജഡ്ജീന. എന്തല്ലേ, ചേച്ചിക്ക് എല്ലാവരുടെ നമ്പറും ചേച്ചിയുടെ ഡയറിയിലുണ്ട്. ചേച്ചി എല്ലാവരെയും കുത്തിരിന്ന് വിളിക്കുകയാണ്. അതിനേക്കാട്ടിലും ഉപരി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ദേ വിളിച്ചിക്ക ഡോക്ടർ തെളിവ് സഹിതം അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഞാൻ ഏതൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും ചേച്ചി വിളിച്ചു നോക്കും. അപ്പോഴേക്കും ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുത്തതെന്നുള്ള തെളിവ് സഹിതം അവിടെ കിട്ടും. വല്ലാത്തൊരു ചേച്ചി തന്നെയല്ലേ. ചേച്ചി പാർട്ടിയുടെ ഗുണമായിരിക്കും അല്ലേ ഇത്? ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം പാർട്ടിയാണ് ബിഗിലേ മുഖ്യം. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം അനങ്ങിയാൽ എല്ലാ ഡീറ്റെയിലും കിട്ടുന്നൊരു ചേച്ചിയാണ്. ചേച്ചിക്ക് എൻ്റെ 2006 തൊട്ടിട്ടുള്ള എൻ്റെ സകല ഡീറ്റെയിൽസിൻ്റെയും ഒരു കെട്ട് ഫയൽ വീട്ടിലുണ്ട്. പക്ഷെ ആ തെളിവുകളൊന്നും ചേച്ചി പുറത്ത് വിടൂല. എന്തുകൊണ്ടാണെന്നറിയോ? വേണ്ടാന്ന് വെച്ചിട്ടാ. ഇതിട്ടാ ചീള് കേസ് ചേച്ചി എടുക്കാറില്ല. പക്ഷെ ചേച്ചിക്ക് ചീള് കേസ് സംസാരിക്കാൻ അറിയാം. അരുണിൻ്റെ 2010 തൊട്ടിട്ടുള്ള ഡീറ്റെയിൽ ചേച്ചിയുടെ കയ്യിൽ ഇപ്പം വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ പുറത്ത് വിടൂല. എന്തുകൊണ്ടാണെന്നറിയോ? ചേച്ചി ഇതിട്ടാ ചീള് കേസ് എടുക്കാറില്ല. പറയെന്താ, ഇതൊക്കെ ചീള് കേസ്, എൻ്റെ നിലവാരത്തിനനുസരിച്ച് ഇതൊന്നും ഞാൻ എടുക്കാനേ പാടില്ലാന്ന്. പക്ഷെ അക്കൗണ്ട് കയറി നോക്കിയാലോ, ദിവസം ജസ്ന സലീമിനെ കുറിച്ചൊരു വീഡിയോ, അത് ചീള് കേസല്ല, അത് സമൂഹത്തിന് നന്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും പ്രിയ ചേച്ചി, പാലക്ക ചേച്ചി, നിങ്ങളോട് രണ്ടാളോടുമായിട്ട് പറയാം, നിങ്ങൾ ഇനി തെളിവ് കൊണ്ടുവരുന്ന കാലത്ത് നിങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി. ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവർ സഞ്ചരിച്ചത് ഏകദേശം ഒരു 300 കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് അവർ സഞ്ചരിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. താമരശ്ശേരിയിൽ നിന്ന് നേരെ പൂനൂരിറങ്ങി, പൂനൂരിൽ നിന്ന് നേരെ ഉള്ളിയേരി ഇറങ്ങി, ഉള്ളിയേരിയിൽ നിന്ന് നേരെ കുറ്റിയാടി പോയി, കുറ്റിയാടിയിൽ നിന്ന് നേരെ കൂമുള്ളി ഇറങ്ങി, കൂമുള്ളിയിൽ നിന്ന് നേരെ കോഴിക്കോട് പോയി, കോഴിക്കോട് നിന്ന് നേരെ നടക്കാവ് പോയി, നടക്കാവിൽ നിന്ന് നേരെ കോഴിക്കോടേക്ക് വന്നു. പിന്നെ ഒരാൾ തൃശ്ശൂരേക്കും ഒരാൾ തലശ്ശേരിക്കും കയറി. ഇത്രയും സമയം ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് അവർ പോയി വന്നു. ഭയങ്കര സംഭവം തന്നെ. പിന്നെ പാലക്കലമ്മായി പറഞ്ഞു ഞങ്ങൾ പോയത് സ്റ്റേഷനിലേക്കല്ലാന്ന്. പക്ഷേ പ്രിയ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പോയത് സ്റ്റേഷനിലേക്കാണ് എന്ന്. ആദ്യം നിങ്ങളിൽ 2 പേരും ഒരു തീരുമാനം എടുക്കുക, നിങ്ങൾ സ്റ്റേഷനിലേക്കാണോ പുറത്ത് എങ്ങോട്ടോ ആണോ പോയത് എന്ന്. ഒന്നും വേണ്ട പാലക്കലമ്മായിയെ, ഒറ്റ ചോദ്യം, നിങ്ങൾ പോയ താമരശ്ശേരി വക്കീലേതാ? എവിടെയാ സ്ഥലം? അതൊന്ന് പറഞ്ഞു തരി. ആ വക്കീലിനെ ഞാൻ പോയി കാണുന്നുണ്ട്. നിങ്ങളെല്ലായിടത്തും പോയി കാണുകയും വിളിക്കുകയും നോക്കുകയും പറയുകയും ചെയ്യല്ലോ. താമരശ്ശേരി ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ചേച്ചി. എനിക്കറിയാത്ത സുഹൃത്തുക്കൾ അവിടെ ഇല്ല. ചേച്ചി സ്റ്റേഷനിൽ കയറിയതും ചേച്ചി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ സമയത്ത് എൻ്റെ സഹോദരിയുടെ മകൻ ആ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. അത് ചേച്ചിക്ക് അറിയില്ലല്ലോ അല്ലേ? അപ്പം അങ്ങനെയാണ്. ഇനി
താമരശ്ശേരി സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്കാൻ. എന്നോട് താമരശ്ശേരി സ്റ്റേഷൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളിന്ന് അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു എന്ന്. അല്ലാതെ എനിക്ക് ദൈവം തമ്പുരാന് ഇത് മാനസാന്തരമല്ലല്ലേ, അത്ഭുത സിദ്ധി തന്നതൊന്നുമല്ല. നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്ന് എനിക്കിങ്ങനെ ഊഹിച്ച് പൂരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ചേച്ചി എൻ്റെ 2006 തൊട്ടിട്ടുള്ളതും അരുണിൻ്റെ 2010 തൊട്ടിട്ടുള്ള തെളിവുകളുമായിട്ട് വരുന്ന സമയത്ത് ഇനി ചേച്ചിക്ക് ഞാൻ മറുപടി തരാം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ തറ പോലത്തെ പെണ്ണിൻ്റെ സംസാരത്തിൽ എന്തിനാണ് ഞാൻ മറുപടി കൊടുക്കുന്നതെന്ന്. നിനക്ക് റീച്ച് കിട്ടണേ വല്ല കൊത്താൻ പോയിക്കൂടെ പെണ്ണേ, തൊഴിലുറപ്പ്. പിന്നെ മറ്റോള് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. ആ 2 ദിവസത്തെ യാത്ര കൊണ്ട് ഇന്നലെ അവൾ ഉറങ്ങിപ്പോയി, അല്ലാതെ എഴുത്താൻ ലേറ്റായതല്ല. കള്ളുകൂടിയൻ ചേട്ടൻ ചീത്ത പറഞ്ഞായിരുന്നോ പ്രിയ ചേച്ചിയെ? അപ്പം വെറുതെ ഇങ്ങനെ തള്ളി മറിക്കുമ്പം ലസിതേ, നീ പേടിപ്പിച്ച് ഒരുപാട് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടാവും. ആ നിർത്തൽ ജസ്ന സലീമിനെ നിർത്താമെന്ന് നീ വിചാരിക്കണ്ട. പേടിച്ചിട്ടുണ്ടായിരുന്നു നിന്നൊരു കാലത്ത്, സത്യം. പക്ഷെ നീ പുയുവാണ് എന്ന് അറിഞ്ഞപ്പം ആ പേടിയൊക്കെ പോയടോ. അതുകൊണ്ട് മോളെ വീട്ടിലുള്ള കണാരൻ ഇന്നലെ ബലി ഇട്ടിട്ടില്ലായിരുന്നോ? ഇന്നലെ നിനക്ക് ഈ തെണ്ടാൻ പോകുന്ന നേരം കൊണ്ട് നിന്റെ തന്ത കണാരൻ ഒരു ബലി ഇട്ട് കൊടുത്തുകൂടായിരുന്നോ? അയാൾക്ക് ആത്മശാന്തിയെങ്കിലും കിട്ടൂലായിരുന്നോ? അതുപോലും ചെയ്യാതെ നീ അരുണിൻ്റെ പുറകെ നടക്കുന്നത് എന്നാത്തിനാ കൊച്ചേ? നിനക്ക് ഷേണായിനെ പോരാന്ന് പറഞ്ഞു, ഓക്കെ വിട്ടു ഷേണായി. ബൈജുവിനെ പോരാന്ന് ഇനി പറഞ്ഞ അരുണിൻ്റെ പുറകെ നടക്കാനും കൂടിയുള്ള വല്ല ചിന്തയുണ്ടോ? വേണ്ട മോളെ, വേണ്ട. ഉഷ അതിന് സമ്മതിക്കില്ല. പിന്നെ അരുണിൻ്റെ DNA നോക്കി അരുൺ ആരുടേതാണെന്ന് നോക്കി നടക്കുന്ന നേരം കൊണ്ട് സ്വന്തം അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുക, അമ്മേ, അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെയാണ് അമ്മ ഉണ്ടായത്? ഞാൻ ദിവ്യഗർഭമാണോ അമ്മേ എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പം ലസിതമ്മയോടും പ്രിയ ചേച്ചിനോടും കൂടിയായിട്ട് നിങ്ങൾ 2 പേരും ഈ ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് നടക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. ലസിതമ്മായി എൻ്റെ നേർക്കുള്ള എനിക്കുള്ള വീഡിയോസ് ഉണ്ട്, വോയിസ് റെക്കോർഡുണ്ട്, ഞാൻ പൈസ മേടിച്ച തെളിവുകളുണ്ട്, ഞാൻ പല സ്ഥലത്ത് പോയ തെളിവുകളുണ്ട്. ഇതൊക്കെ ലസിതമ്മായിൻ്റെ കയ്യിലുണ്ടായിട്ടും എൻ്റെ 2 മക്കളെ വിചാരിച്ചിട്ടാണ് ലസിതമ്മായി അതൊക്കെ പുറത്ത് വിടാത്തത്. ആന്നേ. അപ്പോൾ അരുണിന് പിന്നെ മക്കളൊന്നുമില്ല ലസിതേച്ചിയെ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്ത് വിടാം. അരുണിൻ്റെ അച്ഛനും അമ്മയല്ലേ, അത് അവരൊന്നും ഉൾക്കൊള്ളോളൂ. അതുകൊണ്ട് അരുണിനെ കുറിച്ചുള്ള 2010 തൊട്ടിട്ടുള്ള 1ാം പാർട്ട്, 2ാം പാർട്ട്, 3ാം പാർട്ട്, 4ാം പാർട്ട്, 5ാം പാർട്ട്, 6ാം പാർട്ട്, 7ാം പാർട്ട്, 10 പാർട്ട് വരെ നിങ്ങൾ ഇടൂന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആ 10 പാർട്ട് ഇടണം. നിങ്ങൾ എൻ്റെ മക്കളെ ഓർത്തിട്ട് പുറത്ത് വിടാത്തതിൻ്റെ മാതിരി അരുണിൻ്റെ വീട്ടുകാരോർത്ത് നിങ്ങൾ പുറത്ത് വിടാതിരിക്കണ്ട. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പുറത്ത് വിടുക. ഇനി നിങ്ങൾ തെളിവുകൾ പുറത്ത് വിട്ടിട്ട് സംസാരിക്കുക. ഇനി നന്ന് പിന്നെയും വരും, എൻ്റെ കയ്യിലുണ്ട്, വോയിസ് റെക്കോർഡുണ്ട്, തെളിവുകളുണ്ട്. ഇതുവരെ റോഷനെയായിരുന്നു അവൾ മുഖം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. ഇപ്പം വേറെ ഏതോ ഒരു കാമാക്ഷിയെ ആയിക്ക് മുഖം തിരിച്ചു കൊണ്ടുവരുന്നത്. ഇനി നാളെ നിൻ്റെ അച്ഛൻ കണാരൻ മുഖം തിരിഞ്ഞ് വരുമോ എന്നുള്ളത് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ മുഖം തിരിച്ച് നിങ്ങളുടെ മാതിരി ആസനം കാണിച്ചിട്ട് വരാതെ മുഖം ഉയർത്തി മുന്നോട്ട് വരാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ട്, അവരെയും കൊണ്ടുവരിക. അപ്പം ലസിതമ്മയോടും പ്രിയ ചേച്ചിനോടും കൂടിയായിട്ട് ഒരിക്കൽ കൂടിയും ഇനി നിങ്ങൾക്ക് മറുപടിയില്ല, തെളിവുമായിട്ട് വാ. നിങ്ങൾ നല്ല ഡാഡിക്കും മമ്മിക്കുമാണ് പിറന്നതെങ്കിൽ തെളിവുകളുമായിട്ട് വാ, എന്നിട്ട് സംസാരിക്കുക. അപ്പോഴാണ് നിങ്ങളൊക്കെ ഒരു പെണ്ണാണ് എന്ന് നമുക്കൊക്കെ ഒന്ന് തെളിയിക്കാൻ പറ്റുക. നിങ്ങളെന്നെ പറഞ്ഞേക്ക്, ലസിതമ്മായി എന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആണിൻ്റെ രീതിയിലാണ് ജീവിച്ചതെന്ന്. ഏതായാലും അങ്ങനെയാണെന്ന് ചിന്തിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. പട്ടിക്ക് സമമായിട്ട് വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി നല്ലതൊരു കുട്ടിക്ക് സമമായിട്ട് മറുപടി തരുന്നതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ലസിതമ്മായും പ്രിയ ചേച്ചും എത്രയും പെട്ടെന്ന് എൻ്റെ 2006 തൊട്ടിട്ടുള്ളതും
അരുണിൻ്റെ 2010 തൊട്ടിട്ടുള്ളതും തെളിവുകളുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇനി അപ്പേ നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കാവൂ. നിങ്ങളുടെ യൂട്യൂബിന് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ യൂട്യൂബിന് സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നുണ്ടെങ്കിലും ജസ്ന സലീമിൻ്റെ പേരങ്ങ് നിർത്തിയേക്ക് ചേച്ചിയെ. അതിനെക്കാട്ടും നല്ലത് വല്ല ഇരക്കാനും പോകുന്നതാണ് എൻ്റെ ലസിതാൻ്റിയെ. ലസിതാൻ്റി ഒരു കാര്യം ചെയ്യും, രാവിലെ തന്നെ ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നില്ലേ, അതിൻ്റെ കൂടത്ത് വീട്ടിലുള്ള നല്ലൊരു പ്ലേറ്റ് എടുത്തിട്ടങ്ങ് ഇറങ്ങിക്കോ. എന്നിട്ട് റോട്ടുമ്മൽ ഇന്ന് 2 കുലുക്ക് കുലിക്കുക. നിനക്ക് അന്നേക്കുള്ള ചിലവിന് കിട്ടും. പിന്നെ നീ പറയുന്ന ആ ആസന സമരം കാണിച്ചാലും നിനക്ക് അന്നേക്കുള്ള ചിലവിന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിനക്ക് അന്നേക്കുള്ള ചിലവിന് കിട്ടും. യൂട്യൂബിൽ നിന്ന് റീച്ച് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ആളോടുകൂടിയായിട്ട് ഇനി തെളിവുകളുമായിട്ട് വാ. അപ്പം കാണാം കേട്ടോ. ബൈ ദ ബൈ ബായിയെ. ജസ്ന സലീമാണേ. നിർത്തിക്കോ ഇവിടെ.